നമ്മളെല്ലാം കാത്തിരുന്ന പോലെ തന്നെ വൈൽഡ് കാർഡുകൾ എത്തുകയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക്. ആരാണ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടുതൽ എല്ലാവരും കാത്തിരുന്നതും നോക്കിയിരുന്നതും ഒക്കെ വൈൽഡ് കാർഡിൻ്റെ എൻട്രിക്കാണ്. അപ്പോൾ പ്രേക്ഷകരെ ഒന്നും തന്നെ സങ്കടപ്പെടുത്താതെ 6 വൈൽഡ് കാർഡുകളാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ. അതെ, 6 വൈൽഡ് കാർഡുകൾ. കളി എങ്ങനെയൊക്കെ മാറി മറിയുമെന്നും ആ 6 വൈൽഡ് കാർഡുകൾ ആരൊക്കെയാണെന്നും ഞാൻ പറയാം. 6 വൈൽഡ് കാർഡുകൾ. ഒന്നാമത്തെ ആൾ സായി കൃഷ്ണ, അതായത് സീക്രട്ട് ഏജൻറ്റ് ഇൻഫ്ലുവൻസറാണ്. നമുക്കൊക്കെ അറിയാം, യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അഭിഷേകുമാരുണ്ട്. ഒരാൾ അഭിഷേക് ശ്രീകുമാർ, മറ്റേത് അഭിഷേക് ജയ്ദീപ്, DJ സെബിൻ, നന്ദന, പൂജ കൃഷ്ണ, ഇങ്ങനെ 6 പേരാണ് നമ്മളിങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരൊക്കെയായിരിക്കും നമുക്കറിയത്തില്ല. താരതമ്യേന നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹൗസിനുള്ളിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കുറവ്. 4 പേരാണ് നിലവിൽ ഇപ്പോൾ ആകെ ഉള്ളത്. അഗബ്രി, ജിൻഡോ, അർജുൻ, ഋഷി എന്നിവർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ വൈൽഡ് കാർഡായിട്ട് കയറുന്നത്. ഇപ്പോൾ ഗെയിമിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഗബ്രി, ജാസ്മിൻ, ജിൻഡോ എന്നിവരാണ്. അതുകൊണ്ട് വൈൽഡ് കാർഡായിട്ട് എൻട്രി ചെയ്യുന്നവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഇവരെ 3 പേരെ ആയിരിക്കും. പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ഗെയിമേഴ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുവരണം. ഏകദേശം ഒരു 95% ഉറപ്പിലാണ് നമ്മളിപ്പോൾ സായി കൃഷ്ണ വൈൽഡ് കാർഡ് ആവും എന്നത് തന്നെ നിൽക്കുന്നത്. സായി കൃഷ്ണയ്ക്കുള്ളത് ഒരു വലിയ ചാൻസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈൽഡ് കാർഡിന് നന്നായി വിൻ ചെയ്യാൻ പറ്റുന്ന, വിന്നറാവാൻ പറ്റുന്ന ഒരു സീസണാണ് സീസൺ 6. അപ്പോൾ വൈൽഡ് കാർഡായിട്ട് സായി കൃഷ്ണ അവിടെ ചെല്ലുക, നന്നായിട്ട് സംസാരിക്കുകയും നന്നായിട്ട് വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഹൗസിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കളിക്കാനും അങ്ങനെ കപ്പ് വേറെ വിന്നറാകാനുള്ള ചാൻസ് സീക്രട്ട് ഏജൻറ്റിൽ നന്നായിട്ടുണ്ട്. അതായത് സായി കൃഷ്ണയ്ക്ക് നല്ലൊരു ചാൻസ് തന്നെ ഉണ്ട്. ഹൗസിൽ തന്നെ വൈൽഡ് കാർഡിൻ്റെ എൻട്രിയെ പറ്റിയൊക്കെ കാര്യമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ വൈൽഡ് കാർഡുകൾ മാത്രം പോരല്ലോ, തിരിച്ച് ഹൗസിലുള്ളവരുടെ ഒരു റെസ്പോൺസ് കൂടി ഇരിക്കും ആ ഗെയിമിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഏതായാലും സൺഡേയിലെ എപ്പിസോഡിലായിരിക്കും വൈൽഡ് കാർഡ് എൻട്രി ആവുക. എന്തായാലും നമുക്ക് കാണാം എങ്ങനെയൊക്കെ ഇനി കളികൾ മുന്നോട്ട് പോകുമെന്ന്. ഏതായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഓടി വരാം.